ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റാസ്ബെറി ലെമണേഡ് സമ്മർ ഡ്രിങ്കുമായിട്ടാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നല്ല പഴുത്ത റാസ്ബെറി, പിന്നെ ഏകദേശം ഒരു 4 ലെമൺ, 3-4 ലെമൺ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ലെമൺ ജ്യൂസ് എടുക്കാം അതിൻ്റെ. ഇപ്പം നമ്മൾ ആ റാസ്ബെറി ഏകദേശം ഒരു 2 ബോക്സ് റാസ്ബെറി പഴുത്തത് മേടിച്ചിട്ട് അത് നമ്മളൊരു ജ്യൂസറിലേക്ക് ഇടുക. അതേപോലെ ലെമൺ ഒരു 3-4 ലെമൺ എടുക്കുക. ലെമൺ ഇഷ്ടമുള്ളവർ അതനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക. നമ്മളിപ്പം ഒരു 4 ലെമൺ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനായിട്ട്. 4 ലെമൺ എടുത്ത് അത് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന റാസ്ബെറിയിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയിട്ട് നമ്മുടെ ജ്യൂസറിലിട്ട് നല്ലോണം അടിച്ചെടുക്കുക. പഞ്ചസാര ആവശ്യമുള്ളവർ ആവശ്യത്തിന് പഞ്ചസാര ഇടുക. പിന്നെ അതുപോലെ ജ്യൂസർ ഇല്ലാത്തവർ മിക്സിയുടെ ജാറിലിട്ട് അത് നന്നായി അടിച്ചെടുക്കുക. അതടിച്ച് നല്ലോണം എടുത്ത ശേഷം അത് ലെമൺ ജ്യൂസിലേക്ക് ഒഴിച്ചു മാറ്റുക. രണ്ടുകൂടെ മിക്സ് ചെയ്യുക. ഏകദേശം നമ്മൾ ആ മിക്സി ജ്യൂസറിലിട്ട് അടിച്ചെടുക്കുമ്പം റാസ്ബെറിയുടെ തരി അതിൻ്റെ അടിയിൽ കാണും. അപ്പോൾ അത് അരിപ്പയിലിട്ട് നല്ലോണം അത് അടിച്ചെടുത്തിട്ട് നമ്മൾ ലെമണിൻ്റെ ആ ജ്യൂസിലേക്ക് ഒഴിച്ചു മാറ്റുക. നമ്മളിപ്പം അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു അരിപ്പയിൽ നമ്മളത് അരിച്ച് മാറ്റുകയാണ്. നിങ്ങൾക്ക് കാണാം അത് രണ്ടുകൂടെ മിക്സായി കഴിയുമ്പോൾ ഏകദേശം ഒരു വാട്ടർ മെലൻ്റെ ജ്യൂസ് പോലെ നിങ്ങൾക്ക് കണ്ടാൽ തോന്നും. കണ്ടാൽ ഒരു വാട്ടർ മെലൺ ജ്യൂസ് പോലെ തോന്നുമെങ്കിലും റാസ്ബെറി ലെമണേഡ് സമ്മർ ഡ്രിങ്കാണിത്. റാസ്ബെറിയുടെയും ലെമണിൻ്റെയും ടേസ്റ്റ് നല്ലോണം വന്നിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി സമ്മർ ഡ്രിങ്കാണ്. നിങ്ങൾക്ക് റാസ്ബെറി അല്ലാതെ സ്ട്രോബെറിയോ വേറെ ഏതെങ്കിലും ഫ്രൂട്ട് വെച്ചും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സമ്മറിൽ പറ്റിയൊരു ഡ്രിങ്കാണ്.